Hello everyone, welcome to my YouTube channel, The Ultimate PSC. അപ്ഗ്രേഡ് പി എസ് സി എന്നുള്ള പേര് മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണിത്. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ദ അൾട്ടിമേറ്റ് പി എസ് സി എന്നാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എക്കണോമിക്സിലെയും കോൺസ്റ്റിറ്റ്യൂഷനിലെയും ഹോട്ട് ടോപ്പിക്സും അതിന് നമ്മൾ പഠിക്കേണ്ട SCRT ചാപ്റ്റേഴ്സുമാണ് നോക്കാം. ആദ്യം ഞാൻ കൊടുത്തേക്കുന്നത് എക്കണോമിക്സിൻ്റെ ടോപ്പിക്കുകളാണ്. എക്കണോമിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സിലബസ് തന്നെ വളരെ ചെറിയ സിലബസ് ആണ്. അതിനകത്ത് കാര്യമായിട്ട് നമുക്കൊന്നും ഒഴിവാക്കാനില്ല. എന്നാലും എപ്പോഴും പി എസ് സി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പഞ്ചവത്സര പദ്ധതിയുടേതായിരിക്കും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എടുത്ത് ചോദിക്കുന്നത് RBIയും നബാർഡുമാണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളത് RBIയും നബാർഡുമാണ്. അത് ഏറ്റവും കൂടുതൽ RBI ആണ്. ഈ രണ്ട് RBI ആണെങ്കിലും നബാർഡ് ആണെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം. വായിക്കുമ്പോൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് അതിൻ്റെ വർഷവും അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകണം. പിന്നെ ഉള്ളതാണ് ഹരിത വിപ്ലവം എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഏതോ ഒരു റിലേറ്റഡ് വീഡിയോയിൽ ഇത് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഹരിത വിപ്ലവത്തിൻ്റെ കുറച്ച് റിലേറ്റഡ് പോയിന്റ്സ്. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നത് നവസാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. അതായത് നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിയിലെ 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന അതാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ. അതുമായി റിലേറ്റ് ചെയ്തും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈവൻ +2 ലെവൽ, ഡിഗ്രി ലെവലിൽ പോലും ഈ ഹരിത വിപ്ലവവും അതുപോലെ തന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളും ഒക്കെ നല്ല രീതിയിൽ നല്ല റേഞ്ചിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10th ലെവലിലും എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ. പിന്നെയുള്ളത് സാമ്പത്തിക മേഖലകളാണ്. അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇതിൽ 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്ന് എന്തെങ്കിലും ഒരു ഏരിയ തരും. അതായത് ഇപ്പോൾ ഒരു ഖനനം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം തന്നു. ഖനനം ഏത് മേഖലയിൽ പെടുന്നു, അല്ലെങ്കിൽ ആശുപത്രി ഏത് മേഖലയിൽ പെടുന്നു, ഹോട്ടൽ ഏത് മേഖലയിൽ പെടുന്നു, അങ്ങനെ തരും. ഈ മേഖലകളിൽ ഏതിലാണ് പെടുന്നതെന്ന് തരും. അല്ലെങ്കിൽ ഈ പ്രാഥമിക മേഖല അല്ലെങ്കിൽ ദ്വിതീയ, തൃതീയ മേഖല ഇവരുടെയൊക്കെ GDPയിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ മേഖലയാണ്, ഇത്ര % കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ മേഖലയാണ്. അങ്ങനെ കൂടുതലായിട്ട് +2 ലെവലിനും ഡിഗ്രി ലെവലിനുമാണ് അത്തരം ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഒരു 10th ലെവൽ ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രവർത്തനങ്ങൾ തരും. അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ചോദിക്കാറ്. സാമ്പത്തിക മേഖല അല്ലാതെ +2ഉം ഡിഗ്രിയൊക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഓരോ ഏരിയയിൽ നിന്നുള്ള GDP കോൺട്രിബ്യൂഷൻസും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇത്രയാണ് അപ്പോൾ ഏരിയാസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, SCRTയിലുള്ള ഹോട്ട് ചാപ്റ്റേഴ്സ് നോക്കാം. ഒന്ന് 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ. എന്തായാലും പഠിക്കേണ്ട പാഠമാണ്. കുറച്ച് എക്കണോമിസ്റ്റുകളെ കുറിച്ചും അവരുടെ കൃതികളെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ദേശീയ വരുമാനം 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠഭാഗമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ സാമ്പത്തിക മേഖലകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്, 9ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്റർ. പിന്നെ 9ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠം സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. പിന്നെ വരുന്ന 2 ചാപ്റ്റർ, ഇതിൽ ഈ 10ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠം പൊതുചെലവും പൊതുവരുമാനം എന്ന് പറയുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. എന്തായാലും പഠിക്കണം, വിട്ടുകളയരുത്. 10ാം ക്ലാസ്സിലെ 5ാം പാഠം പൊതുചെലവും പൊതുവരുമാനവും. പിന്നെയുള്ളത് RBIയും നബാർഡൊക്കെ വരുന്ന 10ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠം ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ഇത്രയാണ് പഴയ SCRT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പഴയ SCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാപ്റ്റേഴ്സാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് കമൻറ്റിൽ ചോദിച്ചു പഴയതാണോ പഠിക്കേണ്ടത് പുതിയതാണോ പഠിക്കേണ്ടത് എന്ന്. അപ്പം നിലവിൽ ക്വസ്റ്റ്യൻ വരുന്ന 10th വരെയുള്ള എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു രീതിയും ക്വസ്റ്റ്യൻസും കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത്, പഴയത് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ആ പഴയത് മതി തന്നെയാണ്. ഇനി ഇപ്പോൾ പ്രിലിംസ് ആണല്ലോ എന്തായാലും, ഇപ്പം മെയിൻസിനൊക്കെ ആണ് നമ്മൾ പുതിയത് തേടി പോകണ്ടുള്ളൂ എന്നാണ് എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലായത്. ഇനി പുതിയത് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. പഴയത് പഠിച്ച് സെറ്റായ ആൾക്കാരാണെങ്കിൽ പുതിയത് പഠിക്കാം. പഴയതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതിയതിലുള്ളത്. പക്ഷെ പുതിയതിൽ കുറച്ച് അഡീഷൻസ് വന്നിട്ടുണ്ട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ. ഓക്കെ, കുറച്ചുകൂടെ അധികം കാര്യങ്ങളുണ്ട്. പിന്നെ നിലവിൽ ഇപ്പോൾ PSC കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 2016 ബേസ് ചെയ്തിട്ടുള്ള പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഇനി പുതിയ ചാപ്റ്റേഴ്സും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം.
8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. 7ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠം ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. പിന്നെ 6ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. ഓക്കെ, 8ാം ക്ലാസ്സിലെ 4 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും, 7ാം ക്ലാസ്സിലെ 10 ബജറ്റ് വികസനത്തിന്റെ നേർരേഖ, 6ാം ക്ലാസ്സിലെ 6ാം ചാപ്റ്റർ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. ഇത്രയാണ് എക്കണോമിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നമ്മൾ ഹോട്ട് ഏരിയാസ് ആണ് പറഞ്ഞത്. ഒരിക്കലും ബാക്കിയുള്ള ഏരിയാസ് പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഓക്കെ. ഇതിൽ ഞാൻ വിട്ടുപോയൊരു ടോപ്പിക് ഉണ്ട്, അത് നീതി ആയോഗാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ആ നീതി ആയോഗ് തന്നെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് പിന്നെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ആണല്ലോ ആദ്യം വന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും ഞാൻ ബൈ മിസ്റ്റേക്ക് എന്നോട് അറിയാതെ നമ്പർ ചേർക്കാൻ മറന്നുപോയതാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ, +2 ലെവലും ഡിഗ്രി ലെവലും എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള കാര്യങ്ങളും നീതി ആയോഗിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യണം, പഠിക്കണം. കാരണം ഹൈ ലെവൽ കാര്യങ്ങൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. 10th ലെവൽ വരെയുള്ള ആൾക്കാരാണെങ്കിൽ നീതി ആയോഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, ഇത്രയാണ് എക്കണോമിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന ടോപ്പിക്ക് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അറിയാം. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ദെൻ എല്ലാ റാങ്ക് ഫയലിലും ഈ ടോപ്പിക്ക് നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ എക്സാമിനും, അതിപ്പോൾ 10th ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഏത് ലെവൽ എക്സാമിനും വരുന്ന ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി. പിന്നെ ഉള്ളതാണ് ആമുഖവും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും. ഇതിൽ രണ്ടിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ അത് മൗലികാവകാശമാണ് കേട്ടോ. പിന്നെ ഈ മൗലികാവകാശങ്ങളൊക്കെ പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആർട്ടിക്കിൾസ് പഠിക്കാനുണ്ടാകും. അപ്പോൾ ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനൊക്കെ തോന്നും, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണം. അതായത് മൗലികാവകാശങ്ങൾ 6 നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 ആദ്യത്തെ ദിവസം പഠിക്കുക, പിന്നത്തെ 3 അടുത്ത ദിവസം പഠിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ ദിവസത്തേക്ക് വെക്കുന്ന 3 കൂടെ ആദ്യത്തും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾസ് മറന്നു പോകും, ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മളിത് വിട്ട് കളയാൻ പാടില്ല. ഓക്കെ, പിന്നെ പറയുന്നത് ഭരണഘടനയിലെ ഭേദഗതികളാണ്. ഭരണഘടനാ ഭേദഗതികൾ ഏത് ലെവൽ എക്സാം ആണെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. പിന്നെ 44, 73, 86 ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് PSC എപ്പോഴും ചോദിക്കുന്ന ഭേദഗതികൾ. പക്ഷെ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. പിന്നെ ഉള്ളത് ലിസ്റ്റുകളാണ്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, പിന്നെന്താ സെൻട്രൽ ലെവൽ ലിസ്റ്റ്. അപ്പം 3 ലിസ്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിട്ടുകളും എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇത്രയാണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് നോക്കാം. പഴയ ചാപ്റ്റേഴ്സ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഈ SCERT പഴയ പാഠപുസ്തകങ്ങൾ നല്ലതാണ് ഭരണഘടന പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ലപോലെ മനസ്സിലാകും. പുതിയതാണേലും കുഴപ്പമില്ല, പക്ഷെ പഴയതിൽ നിന്ന് തന്നെയാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പം ആദ്യം ഒന്ന് പഴയതൊന്ന് കവർ ചെയ്തിട്ട് പിന്നെ പുതിയതിലോട്ട് പോയാൽ മതി. ഓക്കെ, 7ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠമാണ് നമ്മുടെ ഭരണഘടന. പിന്നെ 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം നമ്മുടെ ഗവൺമെൻറ്. 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠാട്ടോ. ഈ 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര മാത്രമല്ല SCERTയിൽ ഭരണഘടന പഠിക്കാൻ വേണ്ടിയിട്ട് ചാപ്റ്റേഴ്സ് ഉള്ളത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ വേറെയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, പക്ഷെ ഇത് എന്തായാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി പുതിയതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്
7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം ഭരണഘടന വഴിയും വഴികാട്ടിയും. ഭരണഘടന വഴിയും വഴികാട്ടിയും. 8ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇതേ ഒരു പേരിലല്ലേ ഇപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ പറഞ്ഞത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ ആ പഴയ പാഠഭാഗം വായിക്കുമ്പോൾ 8ലെ ഇതും കൂടി എടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, പുതിയ പോയിന്റ്സ് ഒക്കെ ഉണ്ടോന്ന്. പിന്നെ 8ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠം ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. ഓക്കെ. 7ാം ക്ലാസ്സിലെ 3ാം പാഠഭാഗം ഭരണഘടന വഴിയും വഴികാട്ടിയും. 8ാം ക്ലാസ്സിലെ 5ഉം 9ഉം. 5ന്റെ പേരെന്താ? ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. 9 ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. ഓക്കെ. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ എക്കണോമിക്സ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് നമ്മളെ കയ്യിലിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യരുത്, ഹിസ്റ്ററി പോലെ ജോഗ്രഫി പോലെ ഒഴിവാക്കി കളയരുത്. നമുക്ക് ഏതൊക്കെ ടോപ്പിക്ക് തന്നിട്ടുണ്ടോ, ഇതിപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ആണ്, ഇത് ആദ്യം കവർ ചെയ്യുക. ഇത് മാത്രം കവർ ചെയ്യുക എന്നല്ല പറയുന്നത്, ഇത് ആദ്യം കവർ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടോപ്പിക്സും കൂടെ എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം കുറച്ചേ പഠിക്കാനുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.